അടുത്ത ദിവസം, എടി ആരോണിച്ചൻ ഇന്ന് വരത്തില്ലേ? ഇല്ലടി, ഇച്ചൻ 2 ദിവസം കൂടി കഴിഞ്ഞേ വരത്തുള്ളൂ. ഞാൻ നിങ്ങളോട് പറയാൻ മറന്നുപോയതാ. ഇതുവരെ നീ ഇച്ചാരോട് ഇഷ്ടം പറയുന്നില്ലേ? പറയും. ഞാൻ എൻ്റെ ഇഷ്ടം ഇന്ന് പറയും. അല്ലാതെ നിന്റെ കൂട്ട് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാനൊന്നും എന്നെ കൊണ്ട് വരത്തില്ല. അങ്ങനെ കണ്ടപ്പോൾ തൊട്ട് അയാൾ എനിക്ക് ആരൊക്കെയോ ആണെന്ന് തോന്നുക. എവിടെയോ കണ്ടു മറന്ന മുഖമാ, പക്ഷേ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. എന്തൊക്കെയോ ഓർമ്മകൾ മനസ്സിൽ കടന്നു വരുമ്പോൾ എൻ്റെ തല വേദന കൊണ്ട് പൊട്ടിപ്പിളരുക. അച്ചുവിൻ്റെയും ദേവുവിൻ്റെയും മനസ്സിൽ കൂടി ഒരു വെള്ളിടി വെട്ടി. അവർ പെട്ടെന്ന് വിഷയം മാറ്റി. നീ എങ്ങനെ പ്രപ്പോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എന്തായാലും നീ ഗ്രാൻഡായിട്ട് പ്രപ്പോസ് ചെയ്യണം. പിന്നല്ല, എൻ്റെ പ്രപ്പോസൽ കഴിയുമ്പോൾ അങ്ങേര് പറയും എനിക്ക് നിന്നെ മതിയടി എന്ന്. നിന്നെ ആർക്കും വിട്ടുകൊടുക്കത്തില്ലടി അന്നുവേ എന്ന്. നടക്കട്ടെ നടക്കട്ടെ. നീ ഇത്ര പുരോഗമിച്ചത് ഞാൻ അറിഞ്ഞില്ലല്ലോടി. പിന്നെ ഞാൻ ആരാ മോളെന്നാ വിചാരം? അവൾ ഇല്ലാത്ത കോളർ പൊക്കിക്കാണിച്ചു. അന്നുവിൽ നാണത്തിൽ കുതിർന്നൊരു പുഞ്ചിരി ചൊടികളിൽ സ്ഥാനം പിടിച്ചു. എടിയേ, നിന്റെ ആൾതോ അവിടെ നിൽക്കുന്നു, പോയി പറ. എടി, റോസാപ്പൊക്കെ വെക്കേണ്ടേ പ്രപ്പോസ് ചെയ്യാൻ? അങ്ങനെയൊക്കെയല്ലേ സിനിമയിൽ? അത് സിനിമ, ഇത് ജീവിതം. സിനിമയും ജീവിതവും തമ്മിൽ ഒരുപാട് ദൂരമുണ്ടടി പൊട്ടി. ഇനി പൊട്ടത്തരം പറയാൻ നിന്റെ ആ വാ തുറന്നാ നിന്റെ ആലോചന ഇപ്പോഴേ വിധവനായി പോവും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഞാൻ ഇനിയും പൊട്ടത്തരം പറയും. എൻ്റെ വായും കൊണ്ടാണ് ഞാൻ പറയുന്നത്. നിനക്ക് കേൾക്കാൻ മനസ്സുണ്ടായി കേട്ടാൽ മതി. പൊട്ടി പൊട്ടി നിന്റെ അമ്മായിയമ്മ. എടി വട്ടി, നീ എൻ്റെ ആൽവിച്ചിൻ്റെ അമ്മയെ പറയാറായോ? നിന്റെ തല ഞാൻ തല്ലി പൊട്ടിക്കൊടി. കൊരങ്ങി നീ അടി കുട്ടിപ്പിശാശെ. കുട്ടിപ്പിശാശെ നിന്റെ കുഞ്ഞമ്മയുടെ മോള്. നിർത്തണടി പട്ടികളെ. നീ നിൻ്റെയൊക്കെ അമ്മായിയമ്മയും കുഞ്ഞമ്മയുടെ മോളും ഒരുത്തി ഇവിടെ പേടിച്ച് വിറച്ച് നിൽക്കുന്നു. അന്നേരം നിന്റെ ഒലക്കമേലുള്ള വഴക്ക്. അന്നു ഓൺ ടെറർ മോഡ്. സോറിഡി, നീ പോയി പറ. ദോ നിൽക്കുന്നു ഇച്ചായൻ, ചെല്ല. അച്ചുവും അവളെ കണ്ണടച്ച് കാണിച്ച് ധൈര്യം പകർന്നു നൽകി. അന്നു ഒരു ദീർഘശ്വാസം എടുത്ത് ഇച്ചായൻ്റെ അടുത്തോട്ട് പോയി. അതുകൊണ്ട് അവളുമാർ വരുന്നുണ്ട്. സ്നേഹമൂത്ത് നീയൊക്കെ വല്ലതും വിളിച്ചു പറഞ്ഞാ ഈ ജോയിച്ചിൻ്റെ സ്വഭാവം മക്കൾ അറിയും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഞങ്ങളൊന്നും പറയുന്നില്ലേ. എന്നെങ്കിലും ഒരിക്കൽ നീ വിശ്വസിച്ചതെല്ലാം തെറ്റാണെന്ന് തെളിഞ്ഞ നിനക്ക് കയ്യെത്തി പിടിക്കാൻ പറ്റാത്ത ദൂരത്തിലായിരിക്കും അവൾ. ഒരു പക്ഷേ നമ്മുടെ കണ്ണും നമ്മളെ ചതിക്കാം. ഭാവിയിൽ നീ എടുത്ത തീരുമാനം കൊണ്ട് നീ പശ്ചാത്തപിക്കരുത്. അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അവർ പറഞ്ഞതിന് ഇച്ചായനൊന്ന് പുച്ഛത്തിൽ ചിരിച്ചു കാണിച്ചു. ആഹാ, ഇന്ന് ഇച്ചായൻ്റെ അനിയത്തിക്കൂടി സുന്ദരിയായിട്ടുണ്ടല്ലോ. നീ സുന്ദരിയല്ലടി ചാളമേരി. താൻ എന്നെ ചാളമേരി എന്ന് വിളിക്കുന്നു. ആ വിളിക്കും നീ എന്ത് ചെയ്യും? ഒന്നും നിർത്തുന്നുണ്ടോ രണ്ടും? ദേവു ടെർമോഡായപ്പോൾ ബാക്കി രണ്ടുപേരും ഡീസൻ്റായി. റോബിച്ച, ആൽവിച്ച, ഇച്ചിനെന്ത് പറ്റി? അവന് കുഴപ്പമൊന്നുമില്ല മോളെ. അതെ ആൽവിച്ച, എനിക്ക് ഇച്ചിനോടൊന്ന് സംസാരിക്കണം. അവൾ പറഞ്ഞത് കേട്ട് ഞെട്ടി അപ്പുവും റോബിനും പരസ്പരം നോക്കി. പെട്ടെന്ന് ആ ഞെട്ടൽ മാറ്റിവെച്ച് അപ്പു പറഞ്ഞു, അതിനെന്താ മോളെ, നീ സംസാരിച്ചോ. ചെവിയിൽ ഹെഡ്സെറ്റും വെച്ച് പാട്ട് കേട്ടോണ്ട് ബുള്ളറ്റിൽ കിടക്കുന്ന ജോയലിൻ്റെ അടുത്ത് അന്നു ചെന്നു. ജോയിച്ച, ഇച്ച, എന്തു വേണം? അത് നിനക്കെന്തെങ്കിലും കാര്യം പറഞ്ഞോട്ടെ, വിൽക്കാതെ പാടിപ്പൂല്ലേ. പാവം അന്നക്കൊച്ച് ഞെട്ടിപ്പോയി. അത് ഇച്ചനെ എനിക്കിഷ്ടമാണ് ഒരുപാട്. അത് കേട്ട് ബാക്കി എല്ലാവരുടെയും മുഖത്ത് ചിരിയായിരുന്നെങ്കിൽ ഇച്ചായൻ്റെ മുഖത്ത് അവളെ കൊല്ലാനുള്ള ദേഷ്യമായിരുന്നു. നിർത്തടിപ്പൂല്ലേ. നിനക്ക് തോന്നുമ്പോൾ ഇഷ്ടം പറയാനും വലിച്ചെറിയാനും ഞാൻ വഴിയിൽ കിടന്ന് കുപ്പത്തൊട്ടിയല്ല. വികാരങ്ങളും വിചാരങ്ങളുള്ള മനുഷ്യനാണ്. അല്ലെങ്കിൽ ഞാനിത് ആരോടാ പറയുന്നത്? മറ്റുള്ളവരുടെ ഫീലിങ്സിന് പുല്ല് വില കൽപ്പിക്കുന്ന തേട്ടറായി നിന്നോടോ? അല്ലെങ്കിൽ നിന്നെ പറഞ്ഞിട്ട് എന്തുവാ കാര്യം? നിന്റെ വീട്ടുകാരും ഇതുപോലെ ആയിരിക്കും. അതിനുള്ള മറുപടി ചെകിട് പൊട്ടിച്ച ഒരടിയായിരുന്നു. തീപാറുന്ന കണ്ണുകളോടെ അവൾ പറഞ്ഞു, നിർത്തടാ. നീ എന്നെ പറഞ്ഞത് ഞാൻ സഹിച്ചു, പക്ഷെ എൻ്റെ വീട്ടുകാരെ പറഞ്ഞാൽ ഞാൻ സഹിക്കത്തില്ല. ഞാൻ തേട്ടറാണ്, ഞാൻ സമ്മതിച്ചു. ഞാൻ ലോക്കലാണ്. തന്നോട് ഇഷ്ടം തോന്നിയത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റാണ്. ഐ റിഗ്രറ്റ് ഫോർ ദാറ്റ്. ഇനി തൻ്റെ മുമ്പിൽ ശല്യമായിട്ട് ഇനി ഞാൻ വരില്ല. ഇതും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്നും പോയി. ഇച്ചായന് ഇഷ്ടമല്ലെങ്കിൽ അത് പറഞ്ഞാൽ പോരെ, അതിന് ഇങ്ങനെയൊക്കെ പറയണോ? അവരും അവളുടെ അടുത്തേക്ക് പോയി. സത്യം എന്തുവാണെന്ന് അറിയാത്ത സ്ഥിതിക്ക് അവൾ ഇത്രയും പറയണ്ടായിരുന്നു. ജോയിച്ച, എന്നാൽ ഇത് ഇച്ചിരി കൂടിപ്പോയി. ആടാ, ഞാൻ ചെയ്തത് എപ്പോഴും തെറ്റാ. എനിക്ക് കുറച്ച് സമാധാനം താ. അവൻ അതിനുശേഷം അവിടെ നിന്നും പോയി. അവൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോൾ ഒറ്റയ്ക്കിരിക്കേണ്ടത് അത്യാവശ്യമായെന്ന് ആയതുകൊണ്ട് അവർ അവനെ ശല്യം ചെയ്തില്ല. അവൾ മാറി നിന്ന് ഒരുപാട് കരഞ്ഞു. പോട്ടടി, ഇച്ചായൻ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് പറഞ്ഞതുകൊണ്ട് ദേഷ്യപ്പെട്ടതായിരിക്കും. ആടി, ഞാനാ പൊട്ടി.
ലോക്കൽ ഇച്ചായനെ സ്നേഹിക്കാൻ വേണ്ടി എന്ത് യോഗ്യതയാണുള്ളത്? കാണാൻ കൊള്ളുവോ? ഇല്ല. ഒരുമാതിരി പാവയ്ക്ക കെട്ടി വെച്ചോണുള്ള കോലം. വായാടി. എന്തിനാടി ഇങ്ങനെയുള്ളൊരു ജീവിതം? അടുത്തടി ഞാൻ. അങ്ങേര് എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ജീവൻ പറഞ്ഞു പോകുന്ന പോലെ എനിക്ക് തോന്നിയത്. ഇച്ചായനില്ലാതെ എനിക്ക് പറ്റില്ലടി. അങ്ങേര് എന്നിൽ നിന്ന് അകലുമ്പോൾ ഉയിര് ശരീരത്തിൽ ഉണ്ടാവരുതെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. പോയി ചാവാൻ തോന്നുക. അതിനു മറുപടിയായി അച്ചുവിൻ്റെ വക മുഖമടച്ചൊരടിയായിരുന്നു. പാവം അന്നുവിൻ്റെ കണ്ണിൽ നിന്ന് പൊന്നീച്ച് പറഞ്ഞു, പോടി, പോയി ചാവ്. ഞങ്ങളൊന്നും നിനക്ക് ആരുമല്ലല്ലോ. നിന്നെ പൊന്നു പോലെ സ്നേഹിക്കുന്ന ഞങ്ങളെയും നിന്റെ അമ്മയും അപ്പനെയും വേണ്ടെങ്കിൽ നീ പോയി ചാവ്. പോടി, പോയി ചാവ്. അച്ചുവും ദേവുവും പൊട്ടിക്കരഞ്ഞു. അന്നു ഓടി വന്ന് അവരെ കെട്ടിപ്പിടിച്ചു. അവർ 3 പേരും പരസ്പരം കെട്ടിപ്പിടിച്ച് കരഞ്ഞു. സോറിയടി, സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാടി പൊട്ടികളെ. എന്നെ വേണ്ടെന്ന് പറഞ്ഞാലും ഞാൻ നിങ്ങളെ വിട്ടു പോവില്ല പട്ടികളെ. നിങ്ങളെൻ്റെ ജീവനാടി. പോട്ടടി, പോട്ടെ. നിനക്ക് ആരുമില്ലേലും ഞങ്ങളുണ്ട്. നിനക്ക് ഇച്ഛനേക്കാൾ നല്ലൊരാളെ കിട്ടും. ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു. നിനക്കില്ലാത്ത ജീവിതം ഞങ്ങൾക്കും വേണ്ട. വി ആർ ഗോയിങ് ടു ബ്രേക്കപ്പ്. അച്ചു, നിനക്ക് സമ്മതമല്ലേ? സമ്മതം. എന്നാൽ എനിക്ക് സമ്മതമല്ലെങ്കിലോ? നിന്റെ സമ്മതം ഈ കാര്യം ഞങ്ങൾക്ക് ആവശ്യമില്ല. ആവശ്യമുണ്ട്. എൻ്റെ ഇച്ഛായന്മാരെ തേക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ പൊന്നു മക്കളെ, നിൻ്റെയൊക്കെ ചെകിട്ട് ഞാൻ അടിച്ചു പൊട്ടിക്കും. ഞാൻ കാരണം നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പിന്നെ ഈ അന്നുവിനെ നിങ്ങൾ ആരും കാണില്ല. ഇല്ല, ഞങ്ങൾ പറഞ്ഞത് തിരിച്ചെടുത്തു. ഇച്ചായൻ എന്തോ തെറ്റിദ്ധാരണയുടെ പുറത്തായിരിക്കും അങ്ങനെ പറഞ്ഞത്. എന്ത് തെറ്റിദ്ധാരണയുടെ പുറത്തായാലും ഇനി ജോയൽ എന്നൊരു ചാപ്റ്റർ എൻ്റെ ലൈഫിലില്ല. ഇനി ഇച്ചായനെ ഓർത്ത് ഞാൻ കരയത്തില്ല. എന്തോന്നടി എന്നിട്ട് മരണം വീട്ടിൽ നിൽക്കുന്ന പോലെ നിൽക്കുന്നത്? ചിരിക്കടി. അവൾ പുറമേ ചിരിക്കുന്നെങ്കിലും അകത്ത് കരയുന്നത് അവളുടെ കൂട്ടുകാർക്ക് മനസ്സിലായി. എങ്കിലും അവർ ഒന്നും മിണ്ടിയില്ല. അവരും അവരുടെ ഒപ്പം കൂടി. വാ, നമുക്ക് പോവാം. ഇങ്ങനെ ഇരിക്കാനാണോ ഉദ്ദേശം? വാ, പോവാം. പറ്റിപ്പോയടാ, സോറി. അതിനെപ്പറ്റി നമുക്കിനി സംസാരിക്കണ്ട. വാ, പോവാം. എടി അന്നാമോ, ആ വരുന്നത് നിന്റെ ഭാവി നാത്തൂനല്ലേ? എന്തിനാ എടി? ദോണ്ടേ ഏഞ്ചൽ ചേച്ചി ഇങ്ങോട്ടാണല്ലോ വരുന്നത്. ഏഞ്ചൽ അവരുടെ അടുത്ത് വന്നു. എന്താണ് എൻ്റെ ഭാവി നാത്തൂനായ ഏഞ്ചൽ ഫിലിപ്പ് മേഡയിലെ ആഗമനോദ്ദേശം? ഞാൻ എൻ്റെ അനിയനെ കാണാൻ വേണ്ടി വന്നതാടി. കൂടാതെ നിനക്കൊരു സർപ്രൈസും ഉണ്ട്. അത് കൊള്ളാം, പൊളിച്ചു. എവിടെ എൻ്റെ സർപ്രൈസ്? ഓൺ ദ വേ ആണ്, ഇപ്പോൾ വരും. ആഹാ, അത് കൊള്ളാമല്ലോ. ചേച്ചിയുടെ അനിയൻ ഇവിടെയാണോ പഠിക്കുന്നത്? ഏഞ്ചൽ, നമുക്കൊന്ന് പരിചയപ്പെടാമല്ലോ. ചുള്ളനാണേ എനിക്കൊന്ന് നോക്കുകയും ചെയ്യാം. എന്നിട്ട് വേണം നിന്റെ ഇച്ഛായൻ എന്നെ നിയമപരിയിലോട്ട് അയക്കാൻ. കൂടുതലിരിക്കല്ലേ, ദോ വരുന്നു നിനക്കുള്ള സർപ്രൈസ്. അങ്ങോട്ട് നോക്കിയ അനുവിൻ്റെ കണ്ണുകൾ തിളങ്ങി. അവൾ ആ പേര് ഉച്ചരിച്ചു. അക്കുച്ചായൻ. അവൾ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് നെറുകയിൽ ഉമ്മ കൊടുത്തു. അവനും അവളെ ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുത്തു. ഞാൻ ഇച്ഛനെ ഇന്നലെ കൂടി വിളിച്ചതല്ലേ? എന്നിട്ട് ഇച്ഛൻ എന്നോട് പറഞ്ഞില്ലല്ലോ ഇന്ന് വരുമെന്ന്. ഇച്ഛൻ ഇനി 1 മാസം കൂടി കഴിഞ്ഞല്ലേ US നിന്ന് തിരിച്ചു വരുമെന്ന് പറഞ്ഞത്? ഞാൻ ആൻറ്റിയോടും വിളിച്ച് ചോദിച്ചതാ. ആൻറ്റി പോലും പറഞ്ഞില്ല. ഞാൻ അമ്മയോട് പറഞ്ഞത് നിന്നോട് പറയണ്ടാന്ന്. ഞാൻ സൂസൻ ആൻറ്റിക്ക് വെച്ചിട്ടുണ്ട്. പോട്ടടി. ഇച്ഛൻ്റെ മുത്തിൻ്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ലല്ലോ, തോന്നുക. അവൾ അവനിൽ നിന്നും മുഖം തിരിച്ചു. നമ്മൾ അന്യമോൾ ഒറ്റമോളാണെങ്കിലും അവളുടെ ഇച്ഛായന്മാരുടെ രാജകുമാരിയാണ് അവൾ. എടി ഏഞ്ചലെ, നീ അവനെ കണ്ടോ? ഇല്ലേ അക്കു. എന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടി എൻ്റെ ഭാവി അളിയനും സർവോപരി എൻ്റെ ചങ്കുമായവനെ കണ്ടിട്ട് വരാം. ദോ നിൽക്കുന്നവന്മാരെ. ആ നിരന്നു നിൽക്കുന്ന 3 പേരെ കണ്ടപ്പോൾ നമ്മുടെ പെൺകുട്ടികളുടെ കിളികൾ ഓട്ടോയും പിടിച്ച് മൂന്നാർക്ക് പോയി. ദാ നിൽക്കുന്നു ഉശിരുള്ള നമ്മുടെ 3 ഇച്ഛായന്മാർ. എന്നാൽ ഇതേ സമയം നമ്മുടെ ഇച്ഛായന്മാരുടെ മുഖത്തും ഞെട്ടൽ പ്രകടമായിരുന്നു. അതിലുപരി അവരിൽ 5ാമത്തെ ആളെ കണ്ടതിലുള്ള സന്തോഷവും. അതായത് അന്നുവിൻ്റെ ഇച്ഛായൻ അക്കുവാണ്. US പോയിരുന്ന ഇച്ഛായൻ്റെ ടീമിലെ 5ാമത്തെ ആൾ. ഇവനാണ് ജിക്സൺ സാമുവൽ. ഇവനും നമ്മുടെ അമലിൻ്റെ കോളേജിൽ MBA ചെയ്യുവാണ്. ഏഞ്ചലും അക്കുവും അമലും നിമ്മിയും ക്ലാസ്മേറ്റ്സ് ആണ്. അക്കുവിൻ്റെ പപ്പയുടെ കമ്പനിയിലെ എന്തോ ആവശ്യത്തിന് US പോയതാണ്. ഈ അക്കു നമ്മുടെ ഇച്ഛായൻ്റെ പെങ്ങളായ ഏഞ്ചലിൻ്റെ ഭാവി കെട്ടിയവനാണ്. എന്നതടി നിങ്ങളെല്ലാവരും ഷോക്കടിച്ച് കാക്കയെ പോലെ നിൽക്കുന്നത്? അത് ഇച്ഛൻ പറയാറുള്ള ഇച്ഛായൻ്റെ ടീമാണോ ഇവർ? നിനക്കറിയാമോ അവരെ? അവൾ താല്പര്യമില്ലാത്തോണം വെറുതെ ഒന്ന് മൂളി വിട്ടു. ഈ പെണ്ണ് നിൻ്റെ ആരാടാ? ഇവളാണ് ഞങ്ങളുടെ എല്ലാം ചെല്ലക്കുട്ടി. സർവോപരി എൻ്റെ പെങ്ങളൂട്ടിയായ എൻ്റെ അന്നമ്മ. അല്ലൂടി അന്നമ്മേ? പിന്നല്ല.
അക്കുവിൻ്റെ പെങ്ങളാണ് അന്നു എന്നറിഞ്ഞപ്പോൾ ഇച്ചായൻ്റെ മുഖത്ത് ഒരു ഞെട്ടൽ പ്രകടമായി. ഇച്ചായൻ ചിലതൊക്കെ മനസ്സിൽ തീരുമാനിച്ചു. നിന്റെ പെങ്ങളാണെന്ന് ഇപ്പോഴാണ് അറിഞ്ഞത്. പക്ഷേ അവൾ വന്നപ്പോഴേ ഞങ്ങൾ അവളെ പെങ്ങളായിട്ട് ദത്തെടുത്തു. അതുകൊള്ളാലോ. അവൾ വന്നപ്പോഴേ എന്തെങ്കിലും കുറുമ്പ് കാണിച്ച് കാണും. ഈ വെളിയിൽ കാണുന്ന പൊട്ടത്തരവും വായടത്തരവും മാത്രമേ ഉള്ളൂ. എൻ്റെ കൊച്ചു പാവമാണ്. പക്ഷേ അവളൊരു തീരുമാനം എടുത്താൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കും. ഭയങ്കര വാശിയാണ്, എന്നാലും പാവമാണ്. പക്ഷേ അവളുടെ കണ്ണ് നിറഞ്ഞാൽ ഞങ്ങൾ ഇച്ചായന്മാർക്ക് പൊള്ളും. അത്രയ്ക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ പെങ്ങളൂട്ടി ഇഷ്ടമാണ്. അവൻ്റെ വാക്കിൽ നിന്ന് മറ്റുള്ളവർ അവളുടെ പെങ്ങളോടുള്ള സ്നേഹം മനസ്സിലാക്കുകയായിരുന്നു. നിങ്ങൾക്കിനി ഇന്ന് ക്ലാസ്സിലല്ലോ, ഉച്ച കഴിഞ്ഞ്. അതുകൊണ്ട് വീട്ടിൽ പൊക്കോ. ഏഞ്ചലേ, നീ വൈകുന്നേരം ഗാർഡനിൽ വരുമെന്ന് പറഞ്ഞേ. അക്കു ഏഞ്ചലിനെ സൈറ്റ് അടിച്ച് കാണിച്ചു. മതി അളിയാ അതൊക്കെ കണ്ണിറക്കിയത്. വാ, നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. പോവാം. നമുക്ക് അമലിനെയും കൂടി പിക്ക് ചെയ്യണം. അവനെന്നെ നേരിട്ട് കണ്ടാൽ കൊല്ലാൻ നിൽക്കുക. കാരണം 3 മാസം അവനെ കോളേജിൽ ഒറ്റയ്ക്കാക്കിയിട്ട് പോയതിന്. പ്രൊട്ടക്റ്റ് ചെയ്തേക്കണേ അളിയാ അവനിൽ നിന്ന്. ഡബിൾ ഓക്കെ അളിയാ. എന്തായാലും എൻ്റെ 2 പെങ്ങന്മാരെ ഈ കള്ള ഇച്ചായമാർ അടിച്ചെടുത്തല്ലോ. പ്രേമിക്കുന്നതൊക്കെ കളാം, പക്ഷെ എൻ്റെ പെങ്ങന്മാരെ പൊന്നുപോലെ നോക്കിക്കോണം. കാരണം അവരും എനിക്ക് എൻ്റെ അന്നുവിനെ പോലെയാ. ഇനി അന്നുവിന് കൂടി ഒരു ചെക്കനെ നോക്കണം. ഇത്ര പെട്ടെന്ന് അവൾ വളർന്നത്. BBA കഴിഞ്ഞ ഉടനെ അവൾക്ക് അവളുടെ കമ്പനിയിൽ കയറാം. അതുകൊണ്ട് ഉടനെ അവളുടെ കെട്ട് നടത്തണം. ഇത് കേട്ടപ്പോൾ ഇച്ചായൻ്റെ മനസ്സിൽ കൂടി ഒരു കൊള്ളിയാൻ വെട്ടി. അവൻ്റെ മാറ്റം റോബിനും അപ്പുവും കണ്ടിരുന്നു. അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. ഇപ്പോൾ ഒന്ന് കയറാൻ നോക്കാം. പെൺകുട്ടികളെല്ലാം വീട്ടിലേക്ക് പോയി. നമ്മുടെ ഇച്ചായന്മാരെല്ലാം കറങ്ങാനും പോയി. അക്കു വന്നപ്പോൾ മുതൽ ഇച്ചായനെ ശ്രദ്ധിക്കുകയായിരുന്നു. എന്നതാടാ അപ്പു, റോബി, അമലേ, ഇവന് പറ്റിയത്? ഒന്നുമില്ലടാ. എന്തോ ഉണ്ട്. നിനക്ക് പറയാൻ മനസ്സുണ്ടേ പറ, അല്ലെങ്കിൽ ഞാൻ നിനക്ക് അന്യനാണെന്ന് വിചാരിച്ചോളാം. അങ്ങനെയൊന്നും പറയില്ലടാ. നിങ്ങൾ 4 പേരുമാണ് എൻ്റെ ജീവൻ. ഞാൻ പറയാടാ. അവൻ എല്ലാ കാര്യങ്ങളും അക്കുവിനോട് പറഞ്ഞു. അവൻ്റെ അവസ്ഥ കണ്ട് എല്ലാവർക്കും സങ്കടമായി. അക്കു, സോറി, എന്നോട് ക്ഷമിക്ക് അവളെ വേദനിപ്പിച്ചതിന്. നീ ചെയ്തതിൽ വലിയ തെറ്റൊന്നുമില്ല. പക്ഷേ എൻ്റെ അന്നക്കൊച്ചിനെ ഇത്രയൊന്നും പറയണ്ടായിരുന്നു. അവൾ നിന്നെ ചതിക്കുമെന്ന് വിശ്വസിച്ചതാ നിന്റെ തെറ്റ്. നീ ഒരിക്കലെങ്കിലും സത്യാവസ്ഥ അന്വേഷിച്ചോ? ഞാൻ ഇത്രയും നാളും വിശ്വസിച്ച് തെറ്റായിരുന്നോ? എൻ്റെ പെണ്ണ് തെറ്റൊന്നും ചെയ്തിട്ടില്ലേ എൻ്റെ കർത്താവേ? ഇച്ചായൻ ആത്മകഥം പറഞ്ഞു. ഡാ ജോയലേ, നീ പറഞ്ഞല്ലോ നീ അവളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തെന്ന്. ആ വീട്ടിൽ അന്ന് അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നീ അവളെ കൊണ്ടുവിട്ടതിന് തൊട്ടുപുറകെ ഏതോ ഒരുത്തൻ അവിടെ വന്ന് നമ്മുടെ അന്നുവിനെ ബലമായിട്ട് ചുംബിച്ചു. അവൾക്ക് അത്യാവശ്യം കരാട്ടെ അറിയാവുന്നതുകൊണ്ട് അവൾ അവനെ അടിച്ചിട്ട് ഇറങ്ങി ഓടി. അവൾ ഇറങ്ങി ഓടിയപ്പോൾ ഒരു ലോറി അവളുടെ നേരെ പാഞ്ഞു വന്ന് ഇടിച്ചിട്ടു. രക്തം ഒലിപ്പിച്ച് എത്ര നേരം എൻ്റെ കൊച്ചു റോഡിൽ കിടന്നുവെന്ന് അറിയുമോ നിനക്ക്? അവളെ കൈകളിലെടുത്ത് ഞാൻ ഓടിയപ്പോഴും അവൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇച്ചായ എന്നെ സംശയിക്കരുത് എന്നാണ്. അന്ന് ഞാൻ വിചാരിച്ചത് അവൾ എന്നോടായിരിക്കും അത് പറഞ്ഞതെന്നാണ്. പക്ഷേ അത് നിന്നോടായിരിക്കാം അവൾ ബോധമില്ലാതെ സംസാരിച്ചത്. ഒരുപക്ഷെ നീ വന്നത് അവൾ കണ്ടിരിക്കണം. അവളെ ഞങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ സാധിച്ചെങ്കിലും ആ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് തിരിച്ചു വന്നത് 10 വർഷം മുൻപുള്ള അന്നുവാണ്. വീഴ്ചയുടെ ശക്തിയിൽ 10 വർഷത്തെ ഓർമ്മകൾ അവളിൽ നിന്നും മാഞ്ഞുപോയി. പക്ഷേ പതിയെ അവൾ അതിനെ തരണം ചെയ്തു. ഞങ്ങൾ പറഞ്ഞു കൊടുത്ത 10 വർഷത്തെ ഓർമ്മകൾ മാത്രമേ ഇന്നവൾക്കുള്ളൂ. അവളത് ഓർമ്മിക്കാൻ ശ്രമിച്ചാൽ അവളുടെ ജീവൻ ആപത്താണ്. പക്ഷെ ഞങ്ങൾ പറഞ്ഞത് അവൾ നല്ല രീതിയിൽ തന്നെ ഉൾക്കൊണ്ടു. അവളുടെ കൂട്ടുകാരികൾക്കും ഈ സത്യങ്ങളെല്ലാം അറിയാം. അവൾ ഒരിക്കൽ പോലും നിന്റെ കാര്യം ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ആരോടും പറയണ്ട എന്നുള്ളത് എൻ്റെ തീരുമാനമായിരുന്നു. അവൾ ഇനി എന്തെങ്കിലും എന്നെ ഓർക്കുമോടാ? ഞാൻ സത്യമറിയാതെ എൻ്റെ പെണ്ണിനെ തരം താഴ്ത്തി സംസാരിച്ചല്ലോ. എൻ്റെ ദൈവം എന്നോട് പൊറുക്കോടാ. പാവം എൻ്റെ പെണ്ണ് എത്ര അനുഭവിച്ചു കാണൂടാ. പറയക്കൂ, ആരായിരുന്നു അവൻ? അതാരാണെന്ന് ഇന്നും തെളിയാതെ നിൽക്കുന്നൊരു കാര്യമാണ്. എന്തായാലും അവൻ്റെ ഉദ്ദേശം നിങ്ങളെ പിരിക്കുകയായിരുന്നു. ഒരുപക്ഷെ ആ കള്ള ഫോട്ടോസും വീഡിയോസും കൊണ്ടുവന്ന് കാണിച്ച് നിന്നെ പറ്റിച്ചതും അവനായിരിക്കും. എന്നെങ്കിലും ആ ചെറ്റയെ എൻ്റെ കൈ കിട്ടും. അന്ന് അവൻ്റെ അവസാനമായിരിക്കും. എന്തൊക്കെയായാലും നിനക്കവൻ്റെ മുഖം ഓർമ്മയുണ്ടോ ജോയൽ? അവൻ്റെ മുഖം എനിക്ക് ഓർമ്മ കിട്ടുന്നില്ലടാ. പക്ഷേ അവൻ്റെ പൂച്ചക്കണ്ണുകൾ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അവനെ കണ്ടുപിടിച്ചിരിക്കും. അവൻ എൻ്റെ പെണ്ണ് അനുഭവിച്ചത് ഇരട്ടി വേദന അനുഭവിപ്പിക്കൂ ഈ ജോയൽ. നീ പറഞ്ഞത് വെച്ച് നോക്കുവാണെങ്കിൽ അവൻ്റെ കണ്ണുകൾ ഇപ്പോഴും ഞങ്ങളുടെ പുറകിൽ കാണും. അവനെ നമ്മൾ കുടുക്കിയിരിക്കും. പക്ഷേ അവനെ കൊടുക്കണമെങ്കിൽ അനുവിൻ്റെ ഓർമ്മ തിരിച്ചു കിട്ടണം. ഒരുപക്ഷെ നിനക്കവളെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കൂടാ. പക്ഷേ ഇനിയത് നടക്കുമെന്ന് തോന്നുന്നില്ല. നീ അമ്മാതിരി വർത്താനമല്ലേ എൻ്റെ കൊച്ചിനോട് പറഞ്ഞത്?
എൻ്റെ പെങ്ങളായതുകൊണ്ട് പറയുമല്ല, വാശിയുടെയും ദേഷ്യത്തിൻ്റെയും കാര്യത്തിൽ ഞാൻ പഠിച്ച സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ് അവൾ. സത്യമാണ് അക്കു നീ പറഞ്ഞത്. ഇവൻ പറഞ്ഞ വർത്തമാനം അനുസരിച്ച് ഇനി അവൾ അവൻ്റെ മുഖത്ത് പോലും നോക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്നേ റോബിനോട് പറഞ്ഞില്ലേ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാണുമെന്ന്? ഇനി സംഭവിച്ചതെല്ലാം സംഭവിച്ചു. അതിൻ്റെ പ്രതിവിധി കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ശരിയാണ്, പക്ഷെ ഇതെല്ലാം ചെയ്യുന്നത് സൂക്ഷിച്ചായിരിക്കണം. അക്കു പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അവൻ്റെ ഭാഗത്തുനിന്ന് ജോയലിൻ്റെ നേരെ അറ്റാക്ക് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. സോ അന്നുവിൻ്റെ മേലും നമ്മൾ കണ്ണു വേണം. കൂടാതെ ജോയലെ, നീ കെയർഫുള്ളായിരിക്കണം. നമ്മുടെ അന്നുവിനോടും ജോയലിനോടും ഇത് ചെയ്തവനെ വെറുതെ വിടരുത്. അവനെ പൂട്ടുന്നത് രണ്ടാമത്തെ കാര്യമാണ്. ആദ്യം നീ അന്നുവിനെ എങ്ങനെ മെരുക്കുമെന്ന് പറ. അത് സ്വല്പം പാടാണ് മോനെ അപ്പു. എനിക്കറിയാടാ പാടാന്ന്. വേറെ ആരെക്കാളും നന്നായിട്ടും എനിക്കറിയാം അവളെ. അവൾ മറ്റൊരാളുടെ മുന്നിൽ താഴ്ന്നാൽ ഭൂമിയോട് ദേവിയോടും താഴും. പക്ഷേ ഇടഞ്ഞാൽ പെണ്ണ് ഭദ്രകാളിയാവും. എവരി പ്രോബ്ലം ഹാസ് എ സൊല്യൂഷൻ ആൻഡ് നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്നൊക്കെയല്ലേ പറയുന്നേ. സോ ആ തിയറി ഞാൻ നാളെ മുതൽ അവളെ അടുക്കി എടുക്കാൻ പോവാം. അവളെ മെരിക്കാനുള്ള വിദ്യയൊക്കെ എനിക്കറിയാം. അവൾ എന്നെ സ്നേഹിച്ചത് ബുദ്ധി കൊണ്ടല്ല, മറിച്ച് മനസ്സുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അവൾ എൻ്റെ സാമീപ്യം മനസ്സിലാക്കി എന്നെ തിരിച്ചറിയും. എൻ്റെ ചുംബനത്തിലൂടെ എൻ്റെ പ്രണയം അവൾ മനസ്സിലാക്കും. ആ ചുംബനത്തെ എതിർക്കാൻ അവളെ കൊണ്ട് പറ്റില്ല. അവൾ എൻ്റേതാണ്. അവൾ എൻ്റെ നട്ടിൽ നിന്നുണ്ടാക്കിയവളാണ്. എൻ്റെ പ്രണയം വന്യമാണെന്ന് അവൾക്കറിയാം. അവൾക്ക് എൻ്റെ വന്യമായ പ്രണയം മാത്രമേ സ്വീകരിക്കാൻ കഴിയൂ. അന്നുമോളെ, നിൻ്റെ ഇച്ഛായ നിനക്ക് വേണ്ടി നാളെ വരും. വെയിറ്റ് ഫോർ മൈ ഡാർലിംഗ്. ഡാർലിങ്ങും പഞ്ചസാരയും പാലും ഒക്കെ കൊള്ളാം, പക്ഷെ ചാടിത്തുള്ളി പോയിട്ട് നിന്നെ അവൾ പിടിച്ച് ഭിത്തിയിൽ തേക്കാതിരുന്നാൽ കൊള്ളാം. സത്യടവേ, ഒരു ദിവസം ഞാൻ അവളുടെ ചോക്ലേറ്റ് എടുത്ത് കഴിച്ചതിന് എൻ്റെ നടുമ്പുറം നോക്കി പൊട്ടിച്ചവളാണവൾ. വെട്ടൊന്ന് മുറി രണ്ട്, അതാണ് അവളുടെ സ്വഭാവം. പക്ഷേ അവൾ പാവമാടാ. ഇനിയെങ്കിലും പൊന്നുപോലെ നോക്കിക്കോണേ അവളെ. എനിക്കറിയാടാ അവൾ പാവമാണെന്ന്. ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം നിൻ്റെ അനിയത്തിയെ. അവൻ്റെ മാത്രമല്ല, ഞങ്ങളുടെ 4 പേരിലെ അനിയത്തിയ. ഓ ശരി അളിയന്മാരെ, ഇപ്പം നമുക്കൊന്ന് കറങ്ങാൻ പോവാം. അളിയന്മാർ വന്ന് കയറിയാട്ടെ. ഓ ശരി അളിയ. 4ൻ്റെയും കോറസ്. അന്നുമോളെ, നിന്നെ എൻ്റെ പ്രണയത്തിന് മുന്നിൽ മുട്ടുകുത്തിച്ചിരിക്കും. അല്ലെങ്കിൽ ഞാൻ ജോയലല്ല. ഇതും ചിന്തിച്ച് ഒന്ന് ചിരിച്ചുകൊണ്ട് അവർ വണ്ടിയെടുത്ത് പോയി. അടുത്ത ദിവസം, ഇന്ന് ആരോണിച്ചൻ വരും. അത് കൊള്ളാം, പൊളിച്ചു. ഇച്ചൻ വന്നാൽ പിന്നെ നല്ല രസമായിരിക്കും. ഇച്ചൻ വരുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. ജോയിച്ചിൻ്റെ കാര്യത്തിൽ നിൻ്റെ തീരുമാനം എന്താ? എന്ത് തീരുമാനം? ദാറ്റ്സ് എ ക്ലോസ്ഡ് ചാപ്റ്റർ. അന്നേരം നീ ഇച്ചനെ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചോ? ആ സെക്കൻഡ് ഇയറിലെ ബീനയ്ക്ക് നമ്മുടെ ഇച്ചാനൊരു നോട്ടമുണ്ട്. ഒരു ബീനയ്ക്ക് ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കില്ല. എനിക്ക് വേണം എൻ്റെ ഇച്ചാനെ. പക്ഷെ അന്നു ഇനി ഒരു കളി കളിക്കും. അങ്ങനെ കൊണ്ട് ഇത്ര എണ്ണ മൂക്ക് കൊണ്ട് വരപ്പിച്ച് ഭാവിയിൽ എൻ്റെ പിള്ളേരെ കൊണ്ട് പപ്പ എന്ന് വിളിപ്പിക്കും ഞാൻ. നിങ്ങൾ കണ്ടോ, അയാൾ ഇനി എൻ്റെ പുറകെ നടക്കും. അവളൊന്ന് ചിരിച്ചു. ഇതേ സമയം നമ്മുടെ ഇച്ചായൻ, എനിക്കെന്തോ പോലെ. ഞാനൊന്ന് പറയണോ? നീ പറയണ്ട, ഒരിക്കലും പറയണ്ട. അവളെ വേറെ ആരെങ്കിലും കെട്ടിക്കൊണ്ട് പോട്ടെ. അതുമാത്രം നീ പറയലടാ. അവളില്ലാതെ എനിക്ക് പറ്റത്തില്ല. എന്നാൽ പോയി പറ, അവളാ മരച്ചോട്ടിൽ കാണും. അവർ 3 പേരും മരച്ചോട്ടിലേക്ക് പോയി. അവിടെ കണ്ട കാഴ്ച ഇച്ചായനിൽ ദേഷ്യം നിറച്ചു. അവൻ നോക്കിയപ്പോൾ ഏതോ ഒരുത്തൻ അവളുടെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചിരിക്കുന്നു. അവൾ അവൻ്റെ തോളത്ത് ചാരി കിടക്കുന്നതുമുണ്ട്. ആ കാഴ്ചയിൽ അവൻ ദേഷ്യം കൊണ്ട് വിറച്ചു. അന്നുവിൻ്റെ ഇച്ഛ എന്നുള്ള വിളിയും കൂടാതെ ചേർത്ത് പിടിച്ചിരിക്കുന്നതുകൂടി കണ്ടപ്പോൾ ഇച്ചായൻ്റെ കാലിൻ്റെ അടിയിലെ മണ്ണിൽ പോകുന്നത് പോലെ തോന്നി. ഇച്ചായൻ താൻ ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ചു. അവൻ്റെ കണ്ണിൽ മിഴിനീർ കണങ്ങൾ ഉരുണ്ടുകൂടി. പെയ്യാൻ വെമ്പുന്ന ആകാശം പോലെ അവൻ്റെ മനസ്സ് മാറി. അവൻ വേദനയോടെ ഓർത്തു, ഒരു കാലത്ത് തനിക്ക് മാത്രം സ്വന്തമായിരുന്നു ഇച്ഛൻ എന്ന വിളി. ബാക്കി എല്ലാവരെയും അവൾ പേരിൻ്റെ കൂടെ ഇച്ചായൻ എന്ന് വിളിക്കുമെങ്കിലും അവളുടെ ഇച്ഛൻ താനായിരുന്നു. ഇച്ഛൻ? മോളെ, നീ എന്തീ പറയുന്നേ? നിന്റെ ഫിയാൻസോ? അതെങ്ങനെ ശരിയാവും? എന്തുകൊണ്ട് ശരിയാവില്ല? എന്നെ ആരോണിച്ചൻ 1 വർഷമായിട്ട് പ്രണയിക്കുന്നു. ഇനിയും എനിക്ക് ഇച്ഛനെ അകറ്റി നിർത്താൻ സാധിക്കില്ല. ഞാനതുകൊണ്ട് ഇനി ജോയിസിനെ ശല്യം ചെയ്യാൻ വരത്തില്ല. ഞങ്ങളുടെ ഉറപ്പ് ഒരാഴ്ചയ്ക്കകം കാണും. പിന്നെ ഈ കോഴ്സ് കഴിയുമ്പോൾ ഞങ്ങളുടെ കെട്ടും കാണും.